ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതണം. ഇന്ന് ഞാൻ വീട്ടമ്മമാർക്കൊക്കെ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ജോലി എളുപ്പമാകാനും ഒക്കെ പറ്റുന്ന കുറച്ച് ടിപ്സിൻ്റെ വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ടും കണ്ടു നോക്കാം കേട്ടോ. മുഴുവനായിട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് അതിനോട് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിലെ ജോലി നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ്. ചെറിയൊരു ടൈം അറേഞ്ച്മെൻറ്റും മാനേജ്മെൻറ്റൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം പണികൾ ചെയ്തിട്ട് കിച്ചണിൽ നിന്ന് പോരാൻ പറ്റും. നമ്മളിതുപോലുള്ള ചെറിയ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത്, ചെറുതാണെങ്കിലും വലിയ ഫിഷാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള സാധാരണ നമ്മൾ ചേർക്കാറുള്ള എല്ലാ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരല്പം മല്ലിപ്പൊടി കൂടി ചേർക്കുകയാണെങ്കിൽ ഫിഷ് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ. പ്രത്യേക ഒരു മൊരിച്ചിലും ഒരു തരിതരിപ്പോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു അല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് മുളക് പൊടിയൊക്കെ ചേർക്കുന്നതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഇങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ഇത്തിരി അരിപ്പൊടി കൂടി ചേർത്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ഇതുപോലുള്ള ചെറിയ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ചേർക്കണം. ഫിഷ് ഫ്രൈ ചെയ്തതിൽ ഇത്തിരി ഉപ്പ് കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ചും അരിപ്പൊടിയൊക്കെ ചേർക്കണമുണ്ട്. നമ്മൾ ഫിഷൊക്കെ വാഷ് ചെയ്ത് ഉടനെ തന്നെ ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് പിന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം വേണമെങ്കിൽ ഒരിത്തിരി ഒന്ന് തളിച്ചു കൊടുക്കുക. എന്നാലാണ് മസാലകളൊക്കെ ഫിഷിലൊന്ന് പുരണ്ടിരിക്കുകയുള്ളൂ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ല എണ്ണ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്ത് എടുക്കാറാവുന്ന ആ ഒരു സമയത്ത് കുറച്ച് നല്ല കറിവേപ്പിലയും ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് പോരാ. നല്ല മൊരിച്ചിലോട് കൂടിയിട്ട് നമുക്ക് നല്ല ഫിഷ് ഫ്രൈ, കുട്ടികൾക്കൊക്കെ മുള്ളോട് കൂടി കഴിക്കാൻ പറ്റുന്ന ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇനി ഇതുപോലെ നമ്മൾ നിലക്കടല ഒക്കെ നമ്മൾ ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് നിലക്കടല വറുത്തെടുക്കുമ്പോൾ ഭയങ്കര പാടാണ്. അതിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം. അടുത്തുനിന്ന് നമുക്ക് മാറാൻ പറ്റില്ല. അത്രയും ഇടയ്ക്കിടയ്ക്ക് നല്ല ശ്രദ്ധ വേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ ഈ മൈക്രോവേവിനൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എളുപ്പം ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ കടല മീൻസ് നിലക്കടല പീനട്ട് ഉണ്ടല്ലോ, അതൊരു പ്ലേറ്റിലേക്ക് നിരത്തി വെച്ചതിന് ശേഷം ഒരിത്തിരി ഉപ്പിൻ്റെ വെള്ളം തളിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. ഒന്ന് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തും നനവ് തട്ടിയെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. എന്നാലും നമ്മൾ ഓരോ പീസ് എടുത്ത് കഴിക്കുന്ന സമയത്തും നമുക്കതിൽ ഉപ്പുണ്ടാവുള്ളൂ. അതിന് ശേഷം മൈക്രോവേവിൽ ഒരു 7 മിനിറ്റ്, മൈക്രോവേവിനാണെങ്കിലും ഓരോ മൈക്രോവേവിനും ചൂടിൻ്റെയൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും. എങ്കിലും ടോട്ടൽ 7 മിനിറ്റ് കൊടുക്കുക. അതിലൊരു 4 മിനിറ്റ് നമ്മൾ കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ച് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഒന്നും കൂടി ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, മൈക്രോവേവിൽ കൺവെക്ഷൻ മോഡലിലല്ല കേട്ടോ, അതായത് ബേക്കിംഗ് മോഡിലല്ല നമ്മളിത് ചെയ്യേണ്ടത്. ഹീറ്റ് ആൻഡ് കുക്ക് ഉണ്ടല്ലോ, അതായത് ചൂടാക്കി എടുക്കുന്നതും ഭക്ഷണം കുക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിലാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടും തന്നെ കരിയാതെ എല്ലാ ഭാഗവും ഒരേപോലെ നല്ല കളറായിട്ട് എല്ലാ പീനട്ടും ഒരുപോലെ തന്നെ കിട്ടും. പിന്നെ നമ്മൾ മൈക്രോവേവിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മളിതിൻ്റെ തൊലിയൊക്കെ കളയുമ്പോൾ നമുക്കിങ്ങനെ വേവാത്ത പോലെയൊക്കെ തോന്നും കേട്ടോ. ചൂടൊന്ന് ആറി കഴിയുമ്പോൾ എളുപ്പത്തിൽ തൊണ്ടൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് മുഴുവനായിട്ട് ക്ലീൻ ചെയ്തിട്ട് ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കാം. അതല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് വച്ച് കൊടുത്തതാണ്. എളുപ്പമാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പീനട്ടും ഒരേപോലെ കിട്ടും. നമ്മൾ ചീനച്ചട്ടിയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ചിലതൊക്കെ മുരിഞ്ഞു പോകും, ചിലത് കരിഞ്ഞു പോകും, അങ്ങനെയൊക്കെയല്ലേ കിട്ടുള്ളൂ. ഇത് എളുപ്പമാണ്. ഇതിപ്പോൾ നല്ല ചൂടാണ്. ചൂടാറിയതിന് ശേഷം മാത്രം സ്കിന്നൊക്കെ മാറ്റി കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പം നല്ലൊരു ടിപ്പാണ് കേട്ടോ. മൈക്രോവേവിൽ ചെയ്യുന്നവരുണ്ടാവും പലരും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൂടാറി കഴിയുമ്പോൾ സാധാരണ പോലെ പെട്ടെന്ന് നമുക്ക് സ്കിന്നൊക്കെ മാറ്റാൻ പറ്റും.
ഇനി നമ്മൾ മല്ലിയിലയൊക്കെ ഫ്രിഡ്ജിൽ കഴുകി സൂക്ഷിക്കുന്ന സമയത്ത് പലർക്കും അതൊരു സക്സസ് ആയിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും എന്നോട് പറയാറുണ്ട്. അപ്പം മല്ലിയില കൊണ്ടുവന്ന പാടെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക, അതിൻ്റെ വേരൊക്കെ മാറ്റിക്കളയുക. ഇത് ഞാൻ അങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ ഫ്രീസറിൽ വേണമെങ്കിലും ഇരിക്കും. ഫ്രീസറിൻ്റെ ഡോറിൽ വെക്കരുതിട്ട്, അകത്തേക്ക് ഇങ്ങനെ ഉള്ളിലേക്കുള്ള സ്പേസ് ഉണ്ടല്ലോ അവിടെ വയ്ക്കുക. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി തലേ ദിവസമൊക്കെ നമ്മൾ കടല വെള്ളത്തിലിടുന്ന സമയത്ത് കടലയുടെ കൂടെ 1 ടീസ്പൂൺ അല്ല 1 ടേബിൾ സ്പൂണൊക്കെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്, കടല എത്രയാണോ ചേർക്കുന്നത് അതിനനുസരിച്ച് 1 ടേബിൾ സ്പൂൺ സാധാരണ പരിപ്പുണ്ടല്ലോ കറി വെക്കണ ആ പരിപ്പ് കൂടി ചേർത്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ പിറ്റേ ദിവസം കറിയൊക്കെ വെക്കുന്ന സമയം പോലെ സാധാരണ വാഷ് ചെയ്ത് കുക്കറിലിട്ട് വേവിച്ച് കറി വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള പരിപ്പൊക്കെ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് എന്തായാലും ഒരു 5-6 വിസിലൊക്കെ ചെയ്തിട്ടാണല്ലോ നമ്മൾ കടല വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പരിപ്പ് ചേർക്കണതുകൊണ്ട് പരിപ്പൊക്കെ നന്നായിട്ട് വെന്തങ്ങോട്ട് ഉടയും, കടല അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ ഈ കടലക്കറിക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടി തേങ്ങ അരച്ച് ചേർക്കുക, അല്ലെങ്കിൽ കടലപ്പൊടി ചേർക്കുക, ചിലർ മൈദപ്പൊടി, അങ്ങനെ ഓരോ ഇതൊക്കെ ചേർത്ത് കോൺഫ്ലവറൊക്കെ ചേർത്ത് കടലക്കറിയൊക്കെ ചെയ്യുന്നവരുണ്ടാവുമല്ലോ ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രേവി പ്രത്യേകിച്ച് കടല അരച്ച് ചേർക്കുക ഒന്നും വേണ്ട. ഈ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ട് കടലക്കറിക്ക് നല്ല ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പത്തിനൊക്കെ നമ്മളിതുപോലെ കടലക്കറി ചെയ്യുന്ന സമയത്ത് കുറച്ച് ഗ്രേവി ഉള്ള കറിയാണല്ലോ നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ചേർക്കുന്ന സ്ഥലത്ത് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നല്ല സൂപ്പർ ടിപ്പാണ്, നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. നല്ല കൊഴുത്ത കറിയോട് കൂടിയിട്ട് നമുക്ക് കടലക്കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കടല വെള്ളത്തിലിടുന്ന സമയത്ത് തന്നെ പരിപ്പും കൂടി വെള്ളത്തിൽ ഇടണം കേട്ടോ, എന്നാൽ മാത്രമേ പരിപ്പ് നന്നായിട്ട് കുതിർന്ന് കിട്ടുള്ളൂ. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും കണ്ടില്ലേ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ അഡീഷണൽ പൊടികളൊന്നും ചേർക്കുന്ന ആ ഒരു കുത്ത് ടേസ്റ്റ് കിട്ടുകയുമില്ല, എന്നാൽ നല്ലൊരു ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ കടല അതുപോലെ ചെറുപയറൊക്കെ ഇതുപോലെ ഒന്ന് കുതിർത്തതിന് ശേഷം ബോക്സുകളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നല്ല എളുപ്പമാണ്. ഇപ്പോൾ ഇത് മുളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സാലഡിനും കൂടി വേണ്ടിയിട്ട് എടുക്കണതാണ് കേട്ടോ. സാലഡിന് വേണ്ടിയിട്ട് രാത്രി നമുക്ക് കുക്കമ്പറിൻ്റെ കൂടെയൊക്കെ ചെയ്ത് എടുക്കുന്ന സമയത്ത് ഫ്രഷായിട്ട് ഇതുപോലെ പയർ ചേർക്കുമ്പോൾ സാലഡിനൊരു പച്ച കുത്ത് ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുകയോ അല്ലെങ്കിൽ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ടേസ്റ്റിൽ കിട്ടും സാലഡിൽ ചേർക്കുമ്പോൾ. കടലയും ഇതുപോലെ തന്നെ കുതിർത്ത് വെക്കുക. കടലയും ഇങ്ങനെ കുതിർത്ത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഇത് മുളച്ച് വരും. അപ്പോൾ നമുക്ക് സാലഡിലേക്ക് വേണമെങ്കിൽ ചേർക്കാം. അതല്ലെങ്കിൽ തലേദിവസം കടലയൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോകുമോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത്തിരി കടലക്കറി ഉണ്ടാക്കേണ്ട ആവശ്യം വരുമ്പോഴൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മളിതുപോലെ സ്വീറ്റ് ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന സമയത്ത് ചൂടാറി കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ടിന്നിലിട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് സ്റ്റോർ ചെയ്യുമ്പോൾ ഉറുമ്പ് കയറും എന്നുള്ള പേടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു റിങ്ങോ ചെറിയൊരു പാത്രം എന്തെങ്കിലും ഇറക്കി വെച്ച് നമ്മളുണ്ടാക്കിയ സ്വീറ്റ് അതിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഒട്ടും തന്നെ ഉറുമ്പൊന്നും കയറാതെ നമുക്ക് സേഫായിട്ട് ഇരുന്നോളും. ഇനി സവാളയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് 2-3 സവാള ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കുക. ഒന്നിച്ച് കട്ട് ചെയ്തതിന് ശേഷം സാധാരണ പോലെ നമ്മൾ പാനിൽ ഒരല്പം ഓയിലിൽ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓയിലിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് എല്ലാം കൂടി ചേർത്ത് വഴറ്റാം. വഴറ്റുന്ന സമയത്ത് ഒരല്പം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല, വഴറ്റിയൊക്കെ സൂക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ആ സവാളയിലേക്ക് ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം ഒരല്പം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഒരുപാട് വഴന്ന് പോകണ്ട. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ നമുക്ക് ഇങ്ങനെ സൂക്ഷിക്കാം. പച്ച സവാളയൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ സവാള പച്ചയായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ പെട്ടെന്ന് പോയിസൺ ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അത്ര നല്ല ഹെൽത്തി ഒന്നുമല്ല. പിന്നെ തലേ ദിവസമൊക്കെ ചെയ്ത് വെക്കാം, അത്രയേ ഉള്ളൂ. ഇനി അത് നന്നായിട്ടൊന്ന് വഴണ്ട് നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇതുപോലെ ഇത്തിരി ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് അരച്ച് വെക്കുക. കറിവേപ്പില ക്ലീൻ ചെയ്ത് വെക്കുക. ഇഞ്ചി, പച്ചമുളക് ഇതുപോലെ നുറുക്കി എല്ലാം ഒരൊറ്റ ബോക്സിലാക്കി നമ്മൾ ഇതുപോലെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലത്തേക്ക് കുക്കിങ്ങിന് നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് കേട്ടോ. ഈ ഒരു ബോക്സ് മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്നിങ്ങനെ ചെയ്ത് ഞാൻ വെക്കാറുണ്ട്, ഒന്ന് കാണിച്ചെന്ന് മാത്രം.
അപ്പോൾ ഇതുപോലെ നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ചായി സവാളൊക്കെ ഒന്ന് വാടി വന്നാൽ മതി. ഒരുപാട് കളർ ബ്രൗൺ ഒന്നും ആവണ്ട. ഒരുപാട് ബ്രൗൺ ആയിട്ടുള്ള ആയി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ സവാളയുടെ ക്വാണ്ടിറ്റി ഒരുപാട് കുറഞ്ഞു പോകും. ഇനി നമ്മളങ്ങനെ സൂക്ഷിച്ച് അതടച്ച് ചൂടാറിയതിന് ശേഷം അതൊരു ചെറിയ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ പയറ് കറിയൊക്കെ ആണെങ്കിലും നമ്മൾ സെർവ് ചെയ്യണ ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഇത്തിരി സവാളയും വഴറ്റി വെച്ചതിന് ചേർത്തിട്ട് പയറൊക്കെ ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള സ്റ്റീൽ പാത്രത്തിലൊക്കെ നമ്മൾ സവാളയൊക്കെ വഴറ്റിയൊക്കെ കരിഞ്ഞു പോകും ഓയിലും കൂടി ചെല്ലുമ്പോഴേ. ഇതാകുമ്പോൾ നമ്മൾ ഓൾറെഡി വഴറ്റി വെച്ചിരിക്കുന്ന സവാളയുള്ള പെട്ടെന്നൊക്കെ കറി റെഡിയാക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ സവാള അതുപോലെ വഴറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് പച്ചമുളക് ആ സമയത്തൊക്കെ ചേർക്കണതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടും. കണ്ടോ ഇതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിത് 1-2 ആഴ്ചത്തേക്ക് വരെയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ കാണിച്ച എല്ലാ ടിപ്സും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടം തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇത്ര നേരം ക്ഷമയോടുകൂടി വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.